പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ എപ്പോഴും ചോദ്യചിഹ്നമായി ഉയരുന്നൊരു കാര്യമുണ്ട്. നന്മയും കരുണയും ജീവിതത്തിൻ്റെ ഭാവമാക്കി മാറ്റിയ ഞാൻ എന്തുകൊണ്ട് ജീവിതത്തിൽ നിരന്തരമായ കണ്ണുനീരിന് വിധേയപ്പെടേണ്ടി വരുന്നു? എൻ്റെ കണ്ണുനീരിന് പരിഹാരം നൽകാതെ ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നു? പലപ്പോഴും മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്കകത്ത് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണിത്. ഇതിന് യഥാർത്ഥമായ ഒരു കാരണമുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ കണ്ണുനീരിന് വിധേയപ്പെടുന്നു? ദൈവം നമ്മളുടെ പ്രാർത്ഥനകളുടെ മുൻപിലേക്ക് എഴുന്നള്ളി വരാറില്ലേ? പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ വചനഭാഗമുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതലാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: ഒരുവന് 100 ആടുണ്ടായിരിക്കുമ്പോൾ ആ 100 ആടുകളിൽ ഒരെണ്ണം കാണാതെ പോവുകയും 99 മരുഭൂമിയിൽ വിട്ട് ഇടയൻ കാണാതെ പോയ ഒരാടിന് പിന്നാലെ തേടി നടക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ആ ആടിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അതിനെ തോളിലെടുത്തുകൊണ്ടുവന്ന് വീട്ടിലെത്തി അയൽക്കാരെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടി വിരുന്നൊരുക്കി, എൻ്റെ 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയിരുന്നു, എന്നാൽ ഇതിനെ എനിക്ക് തിരിച്ചു കിട്ടി, നിങ്ങൾ ഇന്ന് എന്നോടൊപ്പം ആഹ്ലാദിക്കുമെന്ന് പറഞ്ഞ് വിരുന്ന് നടത്തുന്ന ഒരു ആട്ടിടയനെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിലെ ഉഗ്രമായൊരു ചോദ്യമായിരുന്നു: എന്തുകൊണ്ടാണ് കുറുനരികളും ചെന്നായ്ക്കളും നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയിൽ 99 വിട്ടുകൊടുത്തിട്ട് കുസൃതിയോടുകൂടെ കൂട്ടം വിട്ട് ഓടിപ്പോയ ഒരാട്ടിൻകുട്ടിയെ തേടി ഇടയൻ പോകുന്നത്? 99-നേക്കാളും ആ ഒരെണ്ണത്തിന് കരുതൽ കൊടുക്കുവാൻ എന്തുകൊണ്ടാണ് ഇടയൻ മനസ്സ് വയ്ക്കുന്നത്? ഇതിന് ജീവിതത്തിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ബൈബിൾ നമുക്ക് കാണിച്ചു നൽകുന്നുണ്ട്. 99 എണ്ണവും ഇടയൻ്റെ വാക്കിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആട്ടിൻകുട്ടികളായിരുന്നു. അവർക്കിടയൻ്റെ ഒരു ചൂളംവിളിയിൽ, ഇടയൻ്റെ ഒരു പാട്ടിൽ, അതിൽ ആശ്രയിച്ച് ജീവിക്കുകയും അതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നവരാണ്. ഭയമില്ലാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് 23-ാമത്തെ സങ്കീർത്തനമൊക്കെ പറയുന്നത്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരത്തിലൂടെ ഞാൻ നടന്നാലും എനിക്ക് ഒന്നും ഭയപ്പെടാനില്ല, എൻ്റെ കർത്താവിൻ്റെ വടിയും ദണ്ഡും എനിക്ക് ആശ്വാസം നൽകുന്നു, എൻ്റെ ഇടയൻ എന്നെ സംരക്ഷിക്കും. അതായിരുന്നു 99 ആടിൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന നീതിമാന് ദൈവം ഇതുതന്നെയാണ് നൽകുന്നത്. നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന നീതിമാനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൽപ്പനകൾക്കൊരു പ്രാധാന്യമുണ്ട്. നീ ദൈവപ്രമാണങ്ങളും ദൈവിക വിശ്വാസത്തിലും എപ്പോഴും വളർച്ച പ്രാപിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം നീയാണ്. ദൈവത്തിൻ്റെ നന്മ നിന്നിലുണ്ട്. നന്മയും കരുണയും ഭാവവും നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നീ തന്നെയാണ് ദൈവത്തിൻ്റെ മുഖം. നിനക്ക് തിന്മ വരില്ല. കണ്ണുനീരും വേദനകളും ആകുലതകളും വന്നേക്കാം, പക്ഷേ എക്കാലത്തും അത് നിന്റെ പിന്നാലെ നടക്കില്ല. ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കൂടുതൽ കരുണയും അനുഗ്രഹം ആർക്കാണ് ആവശ്യം? അത് ബലഹീനനാണ് ആവശ്യം. ബൈബിൾ ഉടനീളം അത് കാണുന്നുണ്ട്. യാക്കോബ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ഏസാവ് എന്ന് പറയുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ഏസാവ് നല്ലവനും നീതിമാനുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വഞ്ചകനായ യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു? അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും കൂടുതലായി കടന്നു വന്നു. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അവൻ ആവശ്യമായിരുന്നു. കരുണ പൊതിഞ്ഞു നിൽക്കണമായിരുന്നു. ഏസാവ് നന്മയുടെ ഭാഗത്ത് നിന്നവനായതുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ അത്രമാത്രം അവന് വേണ്ടായിരുന്നു. പിന്നീട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, യാക്കോബ് തിരികെ വന്ന് തൻ്റെ സഹോദരൻ ഏസാവിനെ കാണുമ്പോൾ എനിക്കുള്ളതെല്ലാം നീ എടുത്തു എന്ന് ഏസാവിനോട് പറയുന്നുണ്ട്. ഏസാവ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിനക്കുള്ളതിൻ്റെ 100 ഇരട്ടി എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എൻ്റെ സഹോദരനെ മതി എന്ന് പറയുന്നുണ്ട്. ഇതാണ് നന്മയുടെ ഭാവം. അപ്പോൾ ബലഹീനനാണ് ദൈവത്തിൻ്റെ കൂടുതൽ കരുണയും കൃപയും അനുഗ്രഹവും വരേണ്ടത്. ആ ബലഹീനാണ് ദൈവം കൂടുതൽ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ലോകത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുഴുവനും നിങ്ങൾ നോക്കിക്കൊള്ളുക. യാക്കോബിനെ തിരഞ്ഞെടുത്തപ്പോൾ
അവൻ വലിയ സൂത്രശാലിയായ മനുഷ്യനായിരുന്നു, ചതിയനായിരുന്നു. ദൈവം അവനെ ചേർത്ത് പിടിച്ചു. മോശ വലിയ ദേഷ്യക്കാരനായിരുന്നു, ദൈവം ചേർത്ത് പിടിച്ചു. അപ്പൊ ദൈവം ബലഹീനനെ തിരഞ്ഞെടുത്ത് ഉയർത്തി കൃപകൾ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവാണ്. നീതിമാൻ എന്തുകൊണ്ട് ലോകത്ത് ഉപേക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടാകുമെന്ന് ചോദിച്ചാൽ, ആ നീതിമാൻ തന്നെയാണല്ലോ ദൈവത്തിന്റെ മുഖം, അവൻ തന്നെയാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക, മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിങ്ങളെ ദൈവം വിട്ടിട്ട് പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളിൽ ദൈവം ആശ്രയം വെക്കുന്നു, നിങ്ങളുടെ നന്മയിൽ ദൈവം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരുതലും കൃപയും അനുഗ്രഹവും തേടിപ്പോകലും വേണ്ടത് ജീവിതത്തിൽ ബലഹീനതയ്ക്ക് വിധേയപ്പെട്ടു പോയ മനുഷ്യനാണ്. അതുകൊണ്ട് നീ ദൈവത്തിന്റെ നന്മയുടെ ഭാവമാണെങ്കിൽ ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്നൊരു തോന്നലൊക്കെ നിനക്കുണ്ടാകും. ദൈവം നിന്റെ കഷ്ടതയുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവം നിന്നെ ആശ്രയിക്കുന്നു, ദൈവം നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, ദൈവം നിന്റെ നന്മയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ നീതിമാന് ലോകത്ത് രക്ഷപ്പെടാനായിട്ട് ഒരൊറ്റ മാർഗം മതി, അവൻ അവന്റെ നന്മയിൽ വിശ്വാസമർപ്പിച്ചാൽ മതി, അവൻ അവന്റെ പ്രവൃത്തിയിൽ വിശ്വാസമർപ്പിച്ചാൽ മതി. ബാക്കി ദൈവം കൂടെയുള്ള അനുഭവം അവൻ അപ്പോഴുണ്ടാകും. പക്ഷേ ബലഹീനൻ ലോകത്ത് രക്ഷ പ്രാപിക്കാൻ അവന് ദൈവത്തിന്റെ കരുതൽ കൂടുതലായിട്ട് വേണം. ദൈവം അവനെ കൂടുതൽ കരുതുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, തൃപ്പാദങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിന് എപ്പോഴും കാരണമാണ് എന്തുകൊണ്ട് ഞാൻ നന്മ പ്രവൃത്തി ചെയ്തിട്ട് ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. എന്നാൽ പിതാവേ, നന്മ ചെയ്യുന്ന ഞാൻ തന്നെയാണല്ലോ അങ്ങയുടെ മുഖം. അതുകൊണ്ട് ആ ഒരു വലിയ വിശ്വാസത്തിൽ ജീവിതത്തെ പൂർത്തീകരിക്കാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ.